ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് മലേഷ്യയിലെത്തിയിട്ട് 3-ാമത്തെ ദിവസമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് തരേണ്ട തിരക്കിലാണ് അന്നമ്മ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അന്നമ്മയൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റിനകത്ത് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോണത് ട്വിൻ ടവറും ജെൻറ്റിൽ ഐലൻഡും ആണ്. അതിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ട്വിൻ ടവറിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കരഞ്ഞു നിലവിളിക്കുന്ന ഒരു വ്ളോഗറെയാണ്. ഓക്കെ, ഉണങ്ങി പോകണമെന്ന് വിചാരിച്ച് കൊടയും പിടിച്ച് നിൽക്കുകയാണ്. ഈ ചൂട് സഹിക്കാൻ പറ്റില്ല, ഭയങ്കര വെയിലാണ്. അതെ അതെ അതെ. അങ്ങനെ വിയർത്ത് കുളിച്ച് വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ട്വിൻ ടവറിനകത്ത് എ സിയിൽ നല്ല സുഖമായിട്ട് ഭയങ്കര ദാഹം. ഞങ്ങളെ റൂംമേറ്റാണ് ശരി അഞ്ചു. അങ്ങനെ ഭയങ്കര ചൂടിൽ നിന്ന് നമ്മൾ ഈ ട്വിൻ ടവറിൻ്റെ ഉള്ളിലത്തെ എ സിയിലേക്ക് വന്നപ്പോൾ ഭയങ്കര സുഖം. ഇതിനകത്ത് കയറാൻ ടിക്കറ്റ് ഉണ്ട്. 100 റിംഗറ്റാണ് ടിക്കറ്റ് ചാർജ്. അത് കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്യണം. കറക്റ്റ് അവർ പറയുന്ന സമയത്ത് അതിനൊക്കെ എൻട്രി ആയിരിക്കണം. 5 മിനിറ്റ് പോലും മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല അവിടെ. ഞങ്ങളുടെ പാക്കേജിൽ ഇതെല്ലാം ഉൾപ്പെട്ടതായതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. അങ്ങനെ 83-ാമത്തെ ഫ്ലോറിലെത്തിയിരിക്കുകയാണ്. Stickers, which is white stickers, and I need your full cooperation to gather at this point back. സ്കൈ വാക്കിനെ കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു ഇവർ. ഇതാണ് സ്കൈ വാക്ക്. 2 ടവറും കണക്ട് ചെയ്യണ ഒരു ബ്രിഡ്ജ്, അതാണ് സ്കൈ വാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിരിക്കണം, 86-ാമത്തെ നിലയിൽ. ഇവിടെ ഒരു 15 മിനിറ്റ് ഇവർ സമയം തരുള്ളൂ. അതിനുള്ളിൽ നമ്മളിവിടെ ഫുള്ള് കണ്ട് തീർത്തോളണം. ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ അടിപൊളിയായിരുന്നു. 360 ഡിഗ്രി വ്യൂ. അവിടുത്തെ മലേഷ്യൻ ടൗൺ ഫുള്ള് കാണാം. അങ്ങനെ ട്വിൻ ടവർ എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഇന്ന് ഞങ്ങൾ ഇത് എടുത്ത് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയും. എരിവാണോ മധുരാണോ? പക്ഷെ കൊള്ളാവോ? കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെയാ, ചിക്കനാ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലാ ടേസ്റ്റ് ചെയ്യും. ഒരു സ്പൂൺ കറി കൊണ്ട് ഞങ്ങൾ 14 ആള് ടേസ്റ്റ് ചെയ്യുന്നതാണ്. എന്താ ഒരു പീസിന് 8 പീസ്. 8 പീസിന് 8 പീസ്. Excuse me. This is 1 piece. 1 piece. This is 1 piece. How much? ringgit. Kalau pakai rice. Rice combo. ഇവർക്ക് നമ്മൾ പറയണത് ഒന്നും മനസ്സിലാവണില്ല. ഇവർക്ക് ഇംഗ്ലീഷും അറിയില്ല, നമുക്ക് അവരുടെ ഭാഷ അറിയില്ല.
ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾ നല്ല പാടുപെട്ടു. ഞാൻ ബ്രോസ്റ്റാണ് എടുത്തത്, ഇവരൊക്കെ ചിക്കൻ കറി, ഫിഷ് കറി, റൈസും ഒക്കെ എടുത്തു. പക്ഷെ എല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ജെൻറ്റിൽ ഐലൻഡ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. കേബിൾ കാറിൽ കയറാൻ പോവാൻ ഞങ്ങൾ. കേബിൾ കാറിൽ പോയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസമായിരുന്നു. എന്ത് രസമായിട്ടായിരുന്നു കാണാനെന്നറിയാം. ഇവിടെ പകുതി വഴി എത്തിയപ്പോൾ ഫുള്ള് കോടയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല ഫീലായിരുന്നു. താഴെ നല്ല സിറ്റി, അമ്യൂസ്മെൻറ്റ് പാർക്ക്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു താഴെ. എന്നാൽ നല്ല കോടയായിരുന്നു, ഭയങ്കര ഫീലായിരുന്നു. എനിക്ക് മലേഷ്യയിൽ പോയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഒരു റൈഡ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ റൈഡ് കഴിഞ്ഞിട്ട് നേരെ വന്നിരിക്കുന്നത് ഈ വേൾഡിലെ ലാർജസ്റ്റ് ഹോട്ടലിലേക്കാണ്. 7351 റൂംസാണ് ഇവിടെ എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ ഹോട്ടൽ ഇവിടെയാണ് ഹൈലാൻഡ്സിലെ. ഏകദേശം കണക്ക് ഒഫീഷ്യൽ കണക്കിലത് 7500ഓളം റൂംസിന്റെ 14,000 ഗസ്റ്റ് നമുക്ക് ഒരു ദിവസം ഹാൻഡ് ചെയ്യാൻ പറ്റും. നമുക്കെല്ലാം അവർക്ക് ഓക്കെ 2020 കണക്ക് വരാറ്. പിന്നെ ലാർജസ്റ്റ്, ഏറ്റവും ലാർജസ്റ്റ് അല്ല, എന്നാലും വളരെ വലിയൊരു കാസിനോ ഉണ്ട്. ഇവരെന്തോ ഉണ്ടാക്കുകയാണ്, എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക്. മലേഷ്യയിലെ ഏറ്റവും വലിയ ചൂതാട്ട കേന്ദ്രമാണ് കാസിനോ. നമുക്കതിനകത്ത് കയറാം, എല്ലാം കണ്ടു ഞങ്ങൾ. പക്ഷേ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റൂല, അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിവൃത്തിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ എസ്കലേറ്ററിൻ്റെ ആ പോർഷനൊക്കെ ഫുള്ള് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുക. ഇവിടെ എസ്കലേറ്റർ മാത്രമല്ല, വേറെ സ്ഥലത്തൊക്കെ ഫുള്ള് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ പറ്റുന്ന സ്പോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസോ വീഡിയോസോ എല്ലാം എടുത്തു. ഇഷ്ടം പോലെ സ്പോട്ട് ഉണ്ടായതുകൊണ്ട് എവിടെ നിന്ന് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു.
അങ്ങനെ ജെൻറ്റിൽ ഐലൻഡിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ. ഭയങ്കരമായിട്ട് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ ഇവിടുത്തെ മലേഷ്യയിലെ നൈറ്റ് ലൈഫ് കാണാൻ ഇറങ്ങുകയാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം. ഞങ്ങള് മലേഷ്യയുടെ എക്സ്പ്ലോർ ചെയ്യാൻ കുശുമ്പുള്ളവരൊക്കെ അവിടെ ഇരുന്ന് കുശുമിച്ചോട്ടോ. അറിയില്ല എന്താ സംഭവം. അപ്പൊ ആ ഭാഗ്യം Welcome to VIP. Thank you. Enjoy your time. നൈറ്റ് ലൈഫ് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോവുകയാണ്. ഓരോരുത്തർ